നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വികസനം ചർച്ചയാകുമെന്ന് പേരാവൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ 24-നോട്. നിലവിലുള്ളതിലും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കാസർഗോഡ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തയിടത്താണെന്നും ഉമ്മൻചാണ്ടി സർക്കാരാണ് സ്ഥലം കണ്ടെത്തി തറക്കല്ലിട്ടതെന്നും KK ശൈലജ 24-നോട്. ശൈലജ ടീച്ചർ നമുക്കിപ്പം ചേരുകയാണ്. ടീച്ചർ, എങ്ങനെയാണ് ആത്മവിശ്വാസം? സണ്ണി ജോസഫാണ് എതിരാളി. അതെ, ഇവിടെ എൻ്റെ നാടാണിത്. ജനങ്ങളെല്ലാം എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് LDF. ഇവിടെ പേരാവൂർ നിയോജക മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. മുൻപും ടീച്ചർ ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. അന്ന് നിസാര വോട്ടുകൾക്കാണ് ഇവിടുന്ന് പരാജയം ഏറ്റുവാങ്ങിയത്. 2016 2021 കഷ്ടിച്ചാണ് സണ്ണി ജോസഫ് തന്നെ ഈ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. LDFന്റെ വോട്ടിംഗ് ശതമാനം പേരാവൂർ മണ്ഡലത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ടോ? അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയുണ്ട്. അതിൻ്റെ ഭാഗമായി നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ സൗകര്യങ്ങളും ഒട്ടേറെ ആനുകൂല്യങ്ങളുമുണ്ട്. ഇപ്പം പെൻഷൻ്റെ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള വർധനവുണ്ട്. ചില വൻകിട പദ്ധതികളുണ്ട്. അതെല്ലാം ഈ കേരളത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തറക്കല്ലിട്ടു. പിന്നീട് പിണറായി വിജയൻ സർക്കാർ പുതിയ കെട്ടിടങ്ങളൊക്കെ അനുവദിച്ചു. കിഫ്ബിയിൽ 100 കോടിയിലധികം രൂപ ഈ മെഡിക്കൽ കോളേജിനായി ചെലവഴിച്ചു. പക്ഷേ ഇപ്പോഴും കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അതൊരു പിന്നാക്കാവസ്ഥ തന്നെയാണ്. അതെന്താണ് കാസർഗോഡിനോട് പൊതുവെ ഒരു അവഗണന? കാസർഗോഡിനോട് അവഗണനയല്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ പറയുമ്പം കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലം വളരെ കാസർഗോഡ് ജില്ലക്ക് മൊത്തത്തിൽ ഉപകരിക്കാൻ കഴിയാത്ത വിധം അകലെയായി പോയി എന്നൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ആ സ്ഥലത്ത് അതിൻ്റെ ആരംഭം കുറിച്ചിരുന്നു. അത് പിന്നെ മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. പുതുതായിട്ട് തുടങ്ങുന്നതാണെങ്കിൽ കുറച്ചും കൂടി സെൻട്രൽ എല്ലാവർക്കും ഉപകാരമുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ അവിടെ ഒരു തറക്കല്ലിട്ട ഒരു സ്ഥലം ഞങ്ങളായിട്ട് മാറ്റേണ്ടതില്ല എന്ന് കരുതിയാണ്. വേറൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് 100 കോടിയിലേറെ രൂപ ചെലവഴിച്ച് ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ ആയിട്ടുണ്ട്. LDFന്റെ പേരാവൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി KK ശൈലജ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ KPCC അധ്യക്ഷനെ തന്നെ അട്ടിമറിച്ച് ഇവിടുന്ന് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. അരുൺ പാറക്കൽ, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.